ഈ കാണുന്ന നമുക്ക് പീച്ച് 225 രൂപയാണ് റേറ്റ് വരിക. ഈ കാണുന്നത് നമുക്ക് നമ്മുടെ പേഴ്സിമണാണ്. പേഴ്സിമൺ കാക്കിപ്പഴം, കാക്കി ഫ്രൂട്ട് എന്നൊക്കെ പറയും. ഇത് നമുക്ക് ഏകദേശം ഒരു 200 രൂപ 250 രൂപയാണ് പേഴ്സിമണിൻ്റെ റേറ്റ് വരിക. ട്രോപ്പിക്കൽ ആപ്രിക്കോട്ടാണത്. ട്രോപ്പിക്കൽ ആപ്രിക്കോട്ട് വരുമ്പോൾ നമുക്ക് ഏകദേശം ഒരു 225 രൂപയാണ് റീറ്റെയിൽ റേറ്റ് വരിക. ഈ കാണുന്നത് നമുക്ക് പപ്പായയുടെ ഗോൾഡൻ പപ്പായയുടെ വെറൈറ്റിയാണ്. നമുക്ക് ഓർണമെൻ്റലായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഏവറേജ് ടേസ്റ്റുള്ള വെറൈറ്റി ഉള്ളൊരു പപ്പായയാണ് ഗോൾഡൻ പപ്പായ. റേറ്റ് വരുന്നത് നമുക്കൊരു 90-100 രൂപ മാത്രമാണ് അതിൻ്റെ റേറ്റ് വരുന്നത്. ഓൾ സീസൺ മാവിൻ്റെ തൈകളാണ് ഈ കാണുന്ന 2 വരി. ഓൾ സീസൺ നമുക്കൊരു ചെറുതിലേക്ക് കായ്ക്കുന്ന എന്നാൽ 365 ദിവസം കായുള്ള ഒരു വെറൈറ്റിയാണ് ഓൾ സീസൺ. ഇതിൻ്റെ ചെറിയ തൈകളാണ്. ഒരു 1.5 അടി 2 അടിക്ക് വലുപ്പമുള്ള തൈകളാണ്. ഇതിൻ്റെ ബൾക്ക് ക്വാണ്ടിറ്റി നമുക്ക് അവൈലബിൾ ആണ്. ഒരുവിധപ്പെട്ടതെല്ലാം നമുക്ക് ഫ്ലവറുള്ള തൈകളാണ്. ഇതിൻ്റെ റീറ്റെയിൽ റേറ്റ് വരെ നമുക്കൊരു 150 രൂപയിൽ താഴെ മാത്രമാണ് ഇതിൻ്റെ റീറ്റെയിൽ റേറ്റ് വരിക. നമുക്ക് മാങ്ങ ഒരു മീഡിയം സൈസ് മാങ്ങയാണ്, പുളിയുള്ളൊരു മാങ്ങയാണ്. നമുക്ക് വീട്ടാവശ്യത്തിനൊക്കെ ഒരു 2-3 മാങ്ങ ഉപയോഗിക്കുകയാണെങ്കിൽ വീട്ടാവശ്യത്തിനുള്ള കറി ഉപയോഗത്തിനൊക്കെ എല്ലാം ഇത് നടക്കുന്നതായിരിക്കും. ഈ കാണുന്നത് നമ്മുടെ മോഹിത്തിനഗർ എന്ന് പറയുന്ന കവുങ്ങിൻ്റെ വെറൈറ്റിയാണ്. അത്യാവശ്യം ഹൈറ്റ് വരുന്നൊരു വെറൈറ്റിയാണ്. നമുക്കൊരു 25 രൂപയാണ് ഇപ്പോൾ ഇതിൻ്റെ റേറ്റ് വരുന്നത്. കവുങ്ങ് ഇപ്പോൾ നല്ല ഡിമാൻഡുള്ള സമയമാണ്. മഴ തുടങ്ങിക്കഴിഞ്ഞാൽ നല്ല ചിലവുള്ള ഐറ്റമാണ്. ഒരു 25 രൂപയാണ് റേറ്റ് വരിക. ഈ കാണുന്നത് നമ്മുടെ മാംഗോസ്റ്റിൻ്റെ വിത്ത് ഭാവി നമ്മൾ മുളച്ച് വലുതാക്കിയിട്ടുള്ള തൈകളാണ്. അത്യാവശ്യം ഒരു 5.5-6 അടി വലുപ്പമുള്ള തൈകളാണ് മാംഗോസ്റ്റിൻ്റെ. ഇത് നമുക്ക് റീറ്റെയിൽ റേറ്റ് വരിക ഏകദേശം ഒരു 1200 രൂപയാണ് റീറ്റെയിൽ റേറ്റ് വരിക. ഇതിൻ്റെ തന്നെ ഒരു 1000 രൂപ റേറ്റ് വരുന്ന ഒരല്പം വലുപ്പം കുറവുള്ള കവറിലിരിക്കുന്ന തൈകളാണിത്. ഈ സൈസ് തൈകൾ വരുമ്പോൾ നമുക്കൊരു 1000 രൂപയാണ് ഇതിൻ്റെ റീറ്റെയിൽ റേറ്റ് വരിക. അത്യാവശ്യം വലുപ്പമുള്ള ഒരു മീഡിയം സൈസ് കവറിൽ ഒരു 5-5 അടി പൊക്കമുള്ള തൈകൾ. ഈ കാണുന്നത് നമുക്ക് ചിലർ ചെമ്പകം എന്ന് പറയും, ചിലർ പാല എന്നൊക്കെ പറയപ്പെടുന്ന പ്ലുമേറിയ തൈൻ്റെ സ്റ്റോക്കാണ്. പിന്നെ ഈ കാണുന്നത് നമുക്ക് കാപ്പി തൈകളാണ്. ഒരു 30 രൂപ മാത്രം വില വരുന്ന കാപ്പിയുടെ തൈകളാണ്. ഈ കാണുന്നത് നമുക്ക് ഷഡാർബേ ചെറിയുടെ തൈകളാണ്. ഒരു 100 രൂപ മാത്രമാണ് അതിൻ്റെ റേറ്റ് വരിക. ഈ കാണുന്നത് നമ്മുടെ റെയിൻ ഫോറസ്റ്റ് പ്ലമ്മിൻ്റെ ഒരു 1.5 അടി വലുപ്പമുള്ള സൈസ് തൈകളാണ്. ഏകദേശം 250-300 രൂപ മാത്രമാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത്. നമ്മൾ ഈ കാണുന്നതൊക്കെ ഓർണമെൻ്റൽ യൂസ് ചെയ്യുന്ന നമ്മുടെ പുടിക്ക പ്ലുമേറിയ എന്ന് പറയും. ഒരു വൈറ്റ് കളർ ഫ്ലവർ ഉണ്ടാവും ഇതിൽ. ഇതുപോലത്തെ ഒരു ഫ്ലവർ വരുന്നൊരു ഐറ്റമാണ് പുടിക്ക പ്ലുമേറിയ. ഇതിൻ്റെയൊക്കെ റേറ്റ് വരുന്നത് നമുക്ക് വെറും 60 രൂപ മാത്രമാണ്. ഈ കാണുന്നത് നമുക്ക് ബോളരാളിയാണ്. പിന്നെ ഈ കാണുന്നത് നമുക്ക് ലാൻഡ്സ്കേപ്പിൽ മെയിനായിട്ട് യൂസ് ചെയ്യുന്ന നമ്മുടെ ഹെലിക്കോണിയരെ സെക്സി പിങ്ക് എന്ന് പറഞ്ഞ വെറൈറ്റിയുടെ സെക്സി പിങ്ക് എന്ന് പറയുമ്പോൾ പടക്കവാട എന്നൊക്കെ പറയും മലയാളത്തിൽ. പടക്കവാടയുടെ പുതിയ വെറൈറ്റിയാണ് പിങ്ക് കളറുള്ളത്. ബാക്കി ഈ കാണുന്ന നമ്മുടെ ജബോട്ടിക്കാവിൽ ഏറ്റവും റേറ്റ് കുറവിൽ വരുന്ന ഒരു 1.5 അടിക്ക് വലുപ്പമുള്ളത് വെറും 125 രൂപ മാത്രം റേറ്റ് വരുന്ന സബാറ എന്ന് പറയുന്ന ജബോട്ടിക്കാപ്പര തൈകളാണ്. സബാറ ജബോട്ടിക്കാപ്പ് 125 രൂപ. ഈ കാണുന്നത് നമ്മുടെ ഹെലിക്കോണിയരെ കലാത്തിയയുടെ റെഡ് കലാത്തിയ വെറും 100 രൂപ. ഈ കാണുന്ന മൊത്തം ഈ ഫ്ലവറുള്ളതും മൊത്തം നമ്മുടെ ഗ്രീൻ സീതപ്പഴത്തിൻ്റെ തൈകളാണ്. ഈ കാണുന്നതെല്ലാം നമുക്ക് വെറും 125 രൂപ മാത്രമാണ് ഇതിൻ്റെ റേറ്റ്. സീതപ്പഴം ഗ്രീൻ. ഈ കാണുന്നത് നമ്മുടെ കോസ്റ്റസ് അല്ലെങ്കിൽ ഇൻസുലിൻ പ്ലാന്റ് എന്നൊക്കെ പറയപ്പെടുന്ന ഓർണമെൻ്റൽ വെക്കുന്ന ഒരു ചെടിയാണ്. 60 രൂപ മാത്രമാണ് ഇതിൻ്റെ റേറ്റ്. ഇവിടെ നോക്കുകയാണെങ്കിൽ നമുക്ക് ഇസ്രായേലത്തിയാണ് ഈ കാണുന്നതെല്ലാം. നമുക്ക് പെട്ടെന്ന് തന്നെ കായ വരുന്നൊരു വെറൈറ്റിയാണ് ഇസ്രായേലത്തി. ഇതിപ്പോൾ നമുക്ക് നിലവിൽ ഒരു 100-200 പ്ലാന്റുകൾ കാ പിടിച്ചിരുന്നതാണ്. എല്ലാം നമുക്കിപ്പോൾ സെയിലായി പോയി. ഈ കാണുന്നത് നമുക്ക് ഫ്ലവർ ചെയ്ത് വരുന്ന മെലസ്റ്റോമ, ഒരു ബ്ലൂ കളർ ഫ്ലവർ വരുന്ന മെലസ്റ്റോമ എന്ന് പറയപ്പെടുന്ന ചെടിയാണ്. നമുക്ക് ഇൻഡോർ ഔട്ട്ഡോറായിട്ടും വയ്ക്കാം. വെയിലുണ്ടെങ്കിൽ അത്രയും നല്ലതാണ്. ഇതിൻ്റെ റേറ്റ് വരുന്നത് നമുക്ക് ഒരു 40 രൂപ മാത്രമാണ്. ഈ കാണുന്നത് നമുക്ക് ലില്ലി പില്ലി എന്ന് പറയപ്പെടുന്ന ഒരു ചാമ്പേര വർഗ്ഗത്തിൽപ്പെട്ട ഒരു പ്ലാന്റാണ്. ഫ്രൂട്ടായിട്ടാണ് നമുക്കൊരു ഇടുക്കി മൂന്നാർ കാലാവസ്ഥയാണ് ഏറ്റവും അനുയോജ്യമായിട്ടുള്ളത്. ചെറിയ തണവുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ലപോലെ കാ പിടിക്കുന്ന ഒരു വെറൈറ്റിയാണ്. ഫ്രൂട്ടിന് വേണ്ടിയിട്ടും ഓർണമെൻ്റലായിട്ട് നിർത്താൻ പറ്റുന്ന വെറൈറ്റിയാണ്. ഈ കാണുന്നത് നമുക്ക് ആത്തച്ചക്കര വെറൈറ്റിയാണ്. ഈ കാണുന്നതൊക്കെ അതിൻ്റെ ഫ്ലവറുകളാണ്. ഇതിൻ്റെ വലുപ്പമുള്ള തൈകൾ നമുക്ക് അവൈലബിൾ ആണ്. വെറും 150 രൂപ മാത്രമാണ് അതിൻ്റെ റേറ്റ് വരുന്നത്. ഈ കാണുന്നതെല്ലാം നമുക്ക് സീതപ്പഴത്തിൻ്റെ ഗോൾഡാണ്. NMK ഗോൾഡ് എന്ന് പറയപ്പെടുന്ന അത്യാവശ്യം വലുപ്പമുള്ള കായ വരുന്ന സീതപ്പഴത്തിൻ്റെ വെറൈറ്റിയാണ് NMK ഗോൾഡ്. നിറയെ നമുക്ക് തൈകളിൽ ഫ്ലവറും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഇതിൻ്റെ റീറ്റെയിൽ റേറ്റ് വരുന്നത് നമുക്ക് 150 രൂപയിൽ താഴെ മാത്രമാണ് റീറ്റെയിൽ റേറ്റ് വരുന്നത്. സീതപ്പഴം ഗോൾഡ് NMK ഗോൾഡ് എന്ന് പറയപ്പെടും. ഇതിൻ്റെ പേര് നമുക്ക് കലാത്തിയ റെഡ് എന്നൊക്കെ പറയും. നമുക്ക് ഓർണമെൻ്റലായിട്ട് ലാൻഡ്സ്കേപ്പിന് ഉപയോഗിക്കുന്ന വെറൈറ്റിയാണ്. 100 രൂപ മാത്രമാണ് ഇതിൻ്റെ ഒരു 5 അടി പൊക്കമുള്ള ഒരു തൈൻ്റെ റേറ്റ് വരുന്നത്. 100 രൂപ. ഈ കാണുന്നതൊക്കെ നമുക്ക് മരങ്ങളായിട്ട് നട്ടുപിടിപ്പിക്കാൻ ഉപയോഗിക്കുന്ന നമ്മുടെ മഹാഗണിയുടെ ഒക്കെ തൈകളാണ്. മഹാഗണി, തേക്ക്, ഈട്ടി, മട്ടി അങ്ങനത്തെ എല്ലാ തൈകളും നമ്മുടെ കയ്യിൽ സീസൺ ആകുമ്പോൾ അവൈലബിൾ ആയിരിക്കുന്നതാണ്. ഇതിൻ്റെയൊക്കെ റേറ്റ് നമുക്ക് വരുന്നത്
വെറും 20 രൂപ മാത്രമാണ് ഈ സൈസ് ഒരു 2 അടി 2 അടി വരുന്ന മഹാഗണിയുടെ റേറ്റ് വരുന്നത്. വെറും 20 രൂപ. ഇതിൻ്റെയൊക്കെ ബൾക്ക് ക്വാണ്ടിറ്റി നമ്മുടെ കയ്യിൽ അവൈലബിൾ ആയിരിക്കുന്നതാണ്. തോട്ടം നട്ടു കൊടുക്കേണ്ടവർക്കൊക്കെ നമുക്ക് ആവശ്യപ്പെടുന്നതനുസരിച്ച് ബൾക്ക് ക്വാണ്ടിറ്റി ഇറക്കി കൊടുക്കാവുന്നതാണ്. ഈ കാണുന്നത് നമുക്ക് കാറ്റ്സ് ക്ലോ എന്ന് പറയപ്പെടുന്ന നമ്മുടെ ഫ്ലവറിങ് ഐറ്റസിൻ്റെ തൈകളാണ്. ഇവിടെ നമുക്ക് ബ്ലീഡിങ് ഹാർട്ട് എന്ന് പറയപ്പെടുന്ന നമ്മുടെ ഫ്ലവറായിട്ട് ക്രീപ്പറായിട്ടൊക്കെ ഉപയോഗിക്കുന്ന ഒരു ഐറ്റമാണ് ബ്ലീഡിങ് ഹാർട്ട് എന്ന് പറയും. ഒരു വൈറ്റ് കളർ ഫ്ലവറായി നടുക്കൊരു റെഡ് കളറ് ഇതും വരുന്നതാണത്. ഇതൊക്കെ റേറ്റ് വരിക ഏകദേശം 70 രൂപ മാത്രമാണ് റേറ്റ് വരിക. നമുക്കിവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഡ്രസീനയുടെ വർണിക എന്ന് പറഞ്ഞ വെറൈറ്റി ഉണ്ട്. ഇതിൻ്റെ കൂടുതൽ സ്റ്റോക്കുകൾ നമുക്കവിടെ അവൈലബിൾ ആണ്. ഈ കാണുന്നതൊക്കെ നമുക്ക് മാതളത്തിൻ്റെ വെറൈറ്റിയാണ്. നമ്മുടെ ഭഗ്വ എന്ന് പറഞ്ഞ വെറൈറ്റിയുടെ മാതളത്തിൻ്റെ തൈകളാണ്. ഇത് നമുക്ക് 70 രൂപ മാത്രമാണ് ഇതിൻ്റെ റേറ്റ് വരിക. നമ്മുടെ കാലാവസ്ഥയിൽ കാ പിടിക്കുന്നതും വിണ്ട് കയറാത്തതുമായിട്ടുള്ളൊരു വെറൈറ്റിയാണ് ഭഗ്വ. ഈ കാണുന്നതൊക്കെ പിന്നെ നമ്മുടെ ഓർണമെൻ്റലാണ്. കലാത്തിയ റാബിറ്റ് ഉണ്ട്, നമുക്ക് ഫേണിൻ്റെ വെറൈറ്റി വരുന്നുണ്ട്. ഇതൊക്കെ നമ്മുടെ മോൺസ്ട്ര ഡെലിക്കോസ. ഇതൊക്കെ നമുക്ക് ഏകദേശം ഒരു 300 രൂപ റേറ്റ് വരുന്ന മോൺസ്ട്രയുടെ തൈകളാണ്. ഈ കാണുന്നത് നമ്മുടെ പാഷൻ ഫ്രൂട്ട് റെഡിൻ്റെ വെറൈറ്റിയാണ്. വെറും 20 രൂപ മാത്രമാണ് റേറ്റ്. ഇത് കാണുന്നത് നമുക്ക് നമ്മുടെ മെലസ്റ്റോമയുടെ വൈലറ്റാണ്. നമുക്ക് ഏകദേശം 100 രൂപ മാത്രം വില വരുന്ന അത്യാവശ്യം വലുപ്പമുള്ള തൈകളാണിത്. നമ്മുടെ കാലാവസ്ഥയിൽ പൂ കൊഴിയാതെ നിൽക്കുന്നൊരു വെറൈറ്റിയാണ്. ഈ കാണുന്നതൊക്കെ നമ്മുടെ ഫേണിൻ്റെ വെറൈറ്റിപ്പെട്ട മയൂരി എന്ന് പറയുന്നൊരു ഫേണാണ്. നമുക്ക് ഏകദേശം 125 രൂപ മാത്രമാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത്. ഓർണമെൻ്റൽ പർപ്പസിന് യൂസ് ചെയ്യുന്നതാണ്. ഇതെല്ലാം നമ്മുടെ അഗ്ലോണിമ വെറൈറ്റി പെട്ടതാണ്. വെറും 125 രൂപ മാത്രം റേറ്റ് വരുന്ന അഗ്ലോണിമാസാണ് ഇതെല്ലാം. ഈ കാണുന്നത് നമുക്ക് ലാങ്കി പച്ചച്ചെമ്പകം എന്നൊക്കെ പറയും. പച്ചച്ചെമ്പകം ലാങ്കി എന്നൊക്കെ പറയപ്പെടുന്ന ഒരു ഫ്ലവർ ഐറ്റാണ്. അത് നമുക്ക് റേറ്റ് വരിക ഒരു 120 റേറ്റ്, 120, 150, 200 അങ്ങനെ പല റേറ്റിൽ നമുക്ക് അവൈലബിൾ ആണ്. ഈ കാണുന്നതൊക്കെ നമുക്ക് സ്നേക്ക് പ്ലാന്റിൻ്റെ തൈകളാണ്. സ്നേക്ക് പ്ലാന്റ് യെല്ലോ ഉണ്ട്, നമുക്ക് ഗ്രീൻ ഉണ്ട്. നമുക്കൊരു 80 രൂപ 100 രൂപ റേഞ്ചിലൊക്കെ സ്നേക്ക് പ്ലാന്റ്സ് അവൈലബിൾ ആണ്. ഈ കാണുന്ന മൊത്തം നമ്മുടെ ഡ്രസീന വർണികയുടെ വെറൈറ്റിപ്പെട്ട തൈകളാണ്. നമുക്ക് ടേബിൾ ടോപ്പായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നൊരു ഓർണമെൻ്റൽ പ്ലാന്റാണ്. നല്ല ഒരു സ്പെഷ്യൽ കളറാണ് ഇതിന്. കളറാണ് അതിൻ്റെ വെറൈറ്റി. നമ്മളിവിടേക്ക് വരുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ ഫ്രൂട്ട്സിൽപ്പെട്ട എക്സോട്ടിക്കിൽപ്പെട്ട കുറച്ച് ഐറ്റംസാണ്. നമ്മുടെ തായ്ലൻഡ് സ്വീറ്റ് ചെറി, നമുക്ക് നോർമലി മാർക്കറ്റിൽ മേടിക്കാൻ കിട്ടുന്ന ചെറിയ വെറൈറ്റിയാണ് തായ്ലൻഡ് സ്വീറ്റ് ചെറി. 225 രൂപയാണ് റേറ്റ് വരിക. ഈ കാണുന്ന നമ്മൾ നേരത്തെ പറഞ്ഞ നമ്മുടെ സ്നേക്ക് പ്ലാന്റിൻ്റെ ഗ്രീനാണ്. 80 രൂപ മാത്രമാണ് അതിൻ്റെ റേറ്റ് വരിക. നമ്മൾ ഈ കാണുന്നതൊക്കെ നമ്മുടെ പുലാസാൻ്റെ വലുപ്പമുള്ള തൈകളാണ്. നമുക്ക് ഏകദേശം റീറ്റെയിൽ ഒരു 1250 രൂപ റീറ്റെയിൽ വില വരുന്ന പുലാസാൻ്റെ തൈകളാണ്. അത്യാവശ്യം ഒരു 7 അടി വലുപ്പമുള്ള പുലാസാൻ്റെ നല്ല ബുഷ്, ഒരു സ്റ്റെപ്പ് കട്ടി നല്ല ബുഷാക്കിയുള്ള തൈകളാണ്. ഇതിൻ്റെ അത്യാവശ്യം ബൾക്ക് ക്വാണ്ടിറ്റി നമുക്ക് സ്റ്റോക്ക് അവൈലബിൾ ആണ്. തൈകൾ ഇനി വരാനുമുണ്ട്. പിന്നെ നമ്മൾ ഈ കാണുന്നതൊക്കെ നമ്മുടെ ജബോട്ടിക്കാബ റെഡ് ഹൈബ്രിഡിൻ്റെ ഒരു മീഡിയം സൈസ് തൈകളാണ്. അതിൻ്റെ ബൾക്ക് ക്വാണ്ടിറ്റി നമുക്ക് അവൈലബിൾ ആണ്. ഈ കാണുന്നതൊക്കെ നമ്മുടെ വെസ്റ്റ് ഇന്ത്യൻ ചെറി അല്ലെങ്കിൽ ആപ്പിൾ ചെറി എന്നൊക്കെ പറയുന്ന ചെറി വർഗ്ഗത്തിൽപ്പെട്ട ഫ്രൂട്ടിൻ്റെ തൈകളാണ്. ഏകദേശം 60 രൂപ മാത്രമാണ് അതിൻ്റെ റേറ്റ് വരിക. ഈ കാണുന്നത് നമുക്ക് മുരിങ്ങയുടെ സെക്ഷനാണ്. ഏകദേശം ഒരു 2000-3000 മുരിങ്ങകൾ ഇരിക്കുന്ന സെക്ഷനാണ്. പിന്നെ നമുക്ക് ജബോട്ടിക്കാബ എസ്കാർലറ്റിൻ്റെ ചെറുതൈകളുണ്ട്. നമുക്കൊരു 125 രൂപ മാത്രമാണ് ഇതിൻ്റെ റേറ്റ് വരിക. 125 നമുക്ക് 200 രൂപയിലുണ്ട്, 300 രൂപയിലുണ്ട് വലുപ്പം അനുസരിച്ച്. ഈ കാണുന്നതൊക്കെ നമ്മുടെ റെയിൻ ഫോറസ്റ്റ് പ്ലമ്മിൻ്റെ തൈകളാണ്. നമുക്കൊരു 125 രൂപ മാത്രം റേറ്റ് വരുന്ന റെയിൻ ഫോറസ്റ്റ് പ്ലമ്മിൻ്റെ തൈകളാണ്. പിന്നെ ഈ കാണുന്നതൊക്കെ നമ്മുടെ ബ്ലാക്ക് സുർനാം ചെറിയാണ്. ഏകദേശം 120 രൂപ റേറ്റ് വരുന്ന ബ്ലാക്ക് സുർനാം ചെറിയുടെ തൈകളാണ്. ഇത് നമുക്ക് ക്വാണ്ടിറ്റി അത്യാവശ്യം അവൈലബിൾ ആണ്. പിന്നെ ഈ കാണുന്നത് നമുക്ക് ഏലാണ്. ഒരു 60 രൂപ മാത്രം വില വരുന്ന ഏലം. പിന്നെ റെഡ് ഹൈബ്രിഡ് ജബോട്ടിക്കാബ. പിന്നെ നമുക്ക് ഒരു പെപ്പറിൻ്റെ സെക്ഷനാണ്. ഈ കാണുന്നത് നമുക്ക് തെക്കൻ പെപ്പർ 2, അതായത് ഇപ്പോൾ നിലവിൽ കിട്ടാവുന്നതിൽ ഏറ്റവും വലുപ്പം കൂടിയ കുരുമുളക് തിരിയുടെ വെറൈറ്റിയാണ് തെക്കൻ പെപ്പർ. ഒരു ഒരടിയോളം നീളം വരുന്നതാണ് പറയപ്പെടുന്നത്. ഈ കാണുന്നതൊക്കെ നമുക്ക് നോർമൽ വള്ളിപ്പെപ്പറാണ്. കരിമുണ്ട പന്നിയൂരൊക്കെ വരുന്ന വള്ളിപ്പെപ്പർ. പിന്നെ കാണുന്നതൊക്കെ ബുഷ് പെപ്പറാണ്. ഈ കാണുന്നത് നമുക്ക് തെക്കൻ പെപ്പർ 2ൻ്റെ വെറൈറ്റിയാണ്. അത്യാവശ്യം നമുക്കൊരു ഒരടിയോളം ഒക്കെ വലുപ്പമുണ്ട് ഉള്ള തൈകൾ. ഇതിൻ്റെ പ്രത്യേകത നമുക്ക് നിലവിൽ ഇപ്പോൾ കിട്ടാവുന്നതിൽ, കേരളത്തിൽ കിട്ടാവുന്നതിൽ ഏറ്റവും നീളം കൂടിയ തിരിയുള്ള കുരുമുളകാണ്. കൃഷി ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന വള്ളി കുരുമുളകിൻ്റെ തൈകളാണ്. ഈ കാണുന്നത് നമുക്ക് വള്ളി കുരുമുളകാണ്. ഈ കാണുന്ന കുറച്ച് ഐറ്റം മാത്രം നമുക്ക് ബുഷ് പേപ്പർ ഉള്ളത്. ബുഷ് പേപ്പർ ലീഫ് കുറവായ കാരണം ഇപ്പോൾ നമുക്ക് സ്റ്റോക്ക് തൈകൾ കുറവാണ്. ഈ കാണുന്നത് നമ്മുടെ ബ്ലാക്ക് ബെറിയുടെ തൈകളാണ്. നമുക്കൊരു നേരിയ തണവ് അനുഭവപ്പെട്ടാൽ മാത്രം ഇത് കായ്ക്കാൻ സാധ്യത. നമ്മുടെ കാലാവസ്ഥയിൽ 1-2 തവണ കാച്ചിട്ടുണ്ട്. പക്ഷേ നമുക്ക് ഈ ആപ്പിളിൻ്റെ കാര്യം പറഞ്ഞ പോലെയാണ്, എല്ലാ കാലാവസ്ഥയിലും കായ്ക്കുന്നു ഉറപ്പ് പറയാൻ പറ്റില്ല. 100 രൂപ മാത്രമാണ് അതിൻ്റെ റേറ്റ് വരിക. ഈ കാണുന്നത് നമ്മുടെ ജബോട്ടിക്കാബയുടെ തൈകളും റീബാഗ് ഇട്ടിരിക്കുന്നതാണ്.
പിന്നെ നമുക്ക് പുലാസാൻ്റെ ഏറ്റവും ചെറിയ തൈകൾ ഒരു 350 രൂപ റേറ്റ് വരുന്ന പുലാസാൻ്റെ ഏറ്റവും ചെറിയ തൈകൾ. ഇത് നമ്മൾ നേരത്തെ പറഞ്ഞ നമ്മുടെ മാംഗോസിൻ്റെ ഗ്രാഫ്റ്റ് തൈകൾ ചെറുത്, നമ്മളൊരു 6000 രൂപയ്ക്ക് വരെ വരുന്ന വലുപ്പമുള്ള കാച്ച തൈകൾ കണ്ടിരുന്നു. അതിൻ്റെ തൈകളുടെ തൊട്ട് ചെറു തൈകൾ സ്റ്റാർട്ടിങ് ഇതാണ്. 450 രൂപയാണ് ഇതിൻ്റെ റേറ്റ് വരിക. തട്ട് വിരിയാത്ത തൈകൾ ഇത് 450 രൂപ. തട്ട് വിരിയാത്ത തൈകൾ, ഇത് തട്ട് വിരിഞ്ഞ തൈകൾ, ഇത് നമുക്ക് റേറ്റ് വരുന്നത് 500 രൂപ. ഒരു സ്റ്റെപ്പ് വിരിഞ്ഞ് തട്ട് വിരിഞ്ഞ തൈകൾ 500 രൂപ. പിന്നെ ഇത് വരുന്നത് നമുക്ക് 600 രൂപ. 2 സ്റ്റെപ്പ് വിരിഞ്ഞ ഗ്രാഫ്റ്റ് തൈകൾ 600 രൂപ. പിന്നെ നമ്മൾ ഈ ഒരു സെക്ഷൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് മൊത്തം മാംഗോസിൻ്റെ തൈകളാണ്. മാംഗോസിൻ്റെ പല വലുപ്പത്തിലിരിക്കുന്ന പല റേറ്റുള്ള തൈകൾ. നമുക്കിതിൽ 2 സ്റ്റെപ്പ് വരുന്നുണ്ട്, 3 സ്റ്റെപ്പ് വരുന്നുണ്ട്, 4, 5, 6 അങ്ങനെ പല സൈസിൽ വരുന്ന ഒരു 350-400 റേറ്റിൽ സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങി നമുക്കൊരു 700-800 വരെ തൈകൾ ഇപ്പോൾ നിലവിൽ ഇവിടെ സ്റ്റോക്ക് ഇരിപ്പുണ്ട്. തട്ടനുസരിച്ച് നമുക്ക് റേറ്റ് വരിക. 2 തട്ട് 3 തട്ട് അങ്ങനെ. വലുപ്പമുള്ള ജാതി അന്വേഷിക്കുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ 3 സ്റ്റെപ്പൊക്കെ ഉള്ള വലുപ്പമുള്ള ജാതി തൈകൾ നമുക്കൊരു 5 അടി ഹൈറ്റ് വരുന്ന നല്ല കരുത്തുള്ള ജാതി തൈകൾ ഏകദേശം 1200 രൂപയാണ് ഇതിൻ്റെ റീറ്റെയിൽ റേറ്റ് വരിക. നമ്മുടെ നോർമൽ സുർനാം ചെറി ഒരു 70 രൂപ റേറ്റ് വരുന്ന നോർമൽ ബ്ലാക്ക് സുർനാം ചെറിയാണിത്. ഇങ്ങോട്ട് നോക്കുമ്പോൾ നമുക്ക് മൂവാണ്ടൻ്റെ തൈകളാണ് നമ്മൾ കവർ മാറി ഇട്ടിട്ടുള്ളൂ, സെയിലിനായിട്ടില്ല. ഈ കാണുന്നത് നമുക്ക് നമ്മുടെ നോനിപ്പഴമാണ്. നോനി ഫ്രൂട്ട് നമ്മുടെ ഷുഗറിനൊക്കെ ഉപയോഗിക്കുന്ന പറയപ്പെടുന്ന നോനി ഫ്രൂട്ടിൻ്റെ തൈകളാണ്. അതിൻ്റെ അപ്പുറത്ത് നമുക്ക് കാണുന്നത് നമ്മുടെ അലോക്കേഷൻ എന്ന് പറയപ്പെടുന്ന ഓർണമെൻ്റലായിട്ട് യൂസ് ചെയ്യുന്ന ലാൻഡ്സ്കേപ്പിന് യൂസ് ചെയ്യുന്ന വെറൈറ്റിയാണ് അലോക്കേഷൻ. നമ്മുടെ ചേമ്പിൻ്റെ ഒരു വെറൈറ്റിപ്പെട്ടതാണ്. ഈ കാണുന്നത് നമുക്ക് ടെർമിനാലിയ ഗ്രീനാണ്. തട്ടായി നമുക്ക് സ്റ്റെപ്പ് വിരിഞ്ഞ് പോകുന്ന ടെർമിനാലിയ ഗ്രീൻ്റെ തൈകളാണ്. ഇതൊക്കെ നമുക്ക് റീറ്റെയിൽ റേറ്റ് വരുന്നത് വെറും 200 രൂപ മാത്രമാണ് ഈ സൈസ്. ഇതിൻ്റെയൊക്കെ വെരികാരുണ്ട് ഭയങ്കര റേറ്റ് കൂടുതലാണ്. ഈ സൈസ് തൈകൾ നമ്മളിവിടെ റീറ്റെയിൽ കൊടുക്കുന്നത് വെറും 200 രൂപയ്ക്കാണ്. പല സ്റ്റെപ്പിലുള്ള തൈകളുണ്ട്, 1-2 സ്റ്റെപ്പിലുള്ള തൈകളൊക്കെ ഉണ്ട്. നമുക്കിത് കാണുന്നത് നമ്മുടെ സിൽവർ ബാമ്പുമാണ്. വൈറ്റ് സിൽവർ ബാമ്പിൻ്റെ തൈകളാണ്. ഇത് നമുക്ക് റീറ്റെയിൽ റേറ്റ് വരിക ഏകദേശം 120 രൂപ മാത്രമാണ് റീറ്റെയിൽ റേറ്റ് വരിക. ഇതെല്ലാം നമുക്ക് ഓർണമെൻ്റലായിട്ട് യൂസ് ചെയ്യുന്നതാണ്. നമുക്ക് ഇവിടെ നോക്കുകയാകുമ്പോൾ നമുക്ക് കലാത്തിയിലൂട്ടിയുടെ വലിയ സ്റ്റോക്ക് നമുക്ക് കയ്യിലുണ്ട്. നമുക്കൊരു 2000-3000 പീസ് കലാത്തിയിലൂട്ടിയ സ്റ്റോക്ക് അവൈലബിൾ ആണ്. ഏകദേശം 1.5 അടി വലുപ്പമുള്ള ലൂട്ടിയ തൈകൾ നമുക്കൊരു 2000-3000 പീസ് സ്റ്റോക്ക് അവൈലബിൾ ആണ്. ഈ കാണുന്ന മൊത്തം നമ്മുടെ ചെമ്പകത്തിൻ്റെ തൈകളാണ്. ചെമ്പകം പലരും പല പേരാണ് പറയുന്നത്. പൊൻചെമ്പകം എന്നൊക്കെ പറയപ്പെടും. കോട്ടയം ഭാഗത്തുള്ള പൊൻചെമ്പകം എന്ന് പറയപ്പെടും. ഇതൊക്കെ നമുക്കൊരു 175 രൂപ തോതിൽ ഒരു 2.5-3 അടി വലിപ്പമുള്ള തൈകളാണ്. ഈ കാണുന്നതെല്ലാം നമുക്ക് മഞ്ഞ റംബൂട്ടാൻ്റെ തൈകളാണ്. നമ്മുടെ E35 എന്നൊക്കെ പറയപ്പെടുന്ന വലുപ്പം കുറഞ്ഞ നല്ല മധുരമുള്ള മഞ്ഞ റംബൂട്ടാൻ്റെ തൈകളാണ്. ഇത് വരുമ്പോൾ നമ്മൾ നേരത്തെ കണ്ട തായ്ക്കിങ് ഞാവലിൻ്റെ വലുപ്പമുള്ള തൈകളാണ് ഈ ബാച്ച് മൊത്തം. ബ്ലാക്കിലെ ഏറ്റവും പെട്ടെന്ന് കായ്ക്കുന്ന തായ്ക്കിങ് ഞാവലിൻ്റെ ഒരു 4 അടി 5 അടി വലുപ്പമുള്ള തൈകൾ. ഇതിനൊക്കെ റേറ്റ് വരുന്നത് നമുക്ക് ഏകദേശം ഒരു 800 രൂപ മാത്രമാണ്. ആ കാണുന്നത് നമ്മുടെ ഹെലിക്കോണിയ എന്ന് പറയപ്പെടുന്ന നമ്മുടെ ഓർണമെൻ്റലായിട്ട് വയ്ക്കുന്ന ഐറ്റംസിൻ്റെ തൈകളാണ്. പിന്നെ നമുക്ക് ഇവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അബിയൂൻ്റെ ഒരു 100 രൂപ റേറ്റ് വരുന്ന അബിയൂൻ്റെ തൈകളാണ് ഈ ഭാഗത്തെല്ലാം. 100 രൂപ മാത്രം റേറ്റ് വരുന്ന അത്യാവശ്യം 1.5 അടിക്ക് വലുപ്പമുള്ള അബിയൂൻ്റെ തൈകൾ. ഈ കാണുന്നത് നമ്മുടെ കലാത്തിയുടെ കളക്ഷൻ പറഞ്ഞത്. കലാത്തി നമുക്ക് 2000-3000 പീസ് സ്റ്റോക്ക് അവൈലബിൾ ആണ്. ഈ കാണുന്നതൊക്കെ നമ്മുടെ കുളമ്പ് മാവിൻ്റെ വെറും 175 രൂപ മാത്രം വില വരുന്ന കാച്ചതും പൂത്തതുമായിട്ടുള്ള കുളമ്പ് മാവിൻ്റെ തൈകളാണ്. 175 രൂപ മാത്രം വില വരുന്ന തൈകൾ. നമ്മൾ ഈ കാണുന്നത് നമ്മുടെ മക്കഡാമിയ എന്ന് പറയുന്ന നട്ട് വെറൈറ്റിയുടെ തൈകളാണ്. എല്ലാം സീഡ്ലിംഗ് ആണ്. നമുക്ക് റേറ്റ് വരുന്നത് 250 രൂപയാണ്. ഈ കാണുന്നത് നമ്മുടെ കറിവേപ്പിൻ്റെ തൈകളാണ്. ഏകദേശം 20 രൂപ മാത്രം റേറ്റ് വരുന്ന കറിവേപ്പിൻ്റെ തൈകളാണ്. ഈ കാണുന്നത് നമുക്ക് ബ്ലാക്ക് സീഡുള്ള സീഡുള്ള മുന്തിരിയുടെ തൈകളാണ്. അത് നമുക്കൊരു 25 രൂപ മാത്രമാണ് അതിൻ്റെ റേറ്റ് വരുന്നത്. ആ കാണുന്നത് കറിവേപ്പാണ്, ചന്ദനം. ഈ കാണുന്നത് നമുക്ക് ആര്യവേപ്പിൻ്റെ തൈകളാണ്. ഏകദേശം 20 രൂപ മാത്രം റേറ്റ് വരുന്ന ആര്യവേപ്പിൻ്റെ തൈകളാണ്. ഇതിൽ എഡോ സ്റ്റാർ, വൈറ്റ് ലോങ്ങൻ, റൂബി ലോങ്ങൻ. നമുക്കൊരു 400 തൊട്ട് സ്റ്റാർട്ടിങ് ഉണ്ട്. നമുക്ക് ഡയമണ്ട് ടവർ വരുമ്പോൾ ഡയമണ്ട് ടവർ 400, റൂബി വരുമ്പോൾ 500, എഡോ സ്റ്റാർ വരുമ്പോൾ 550, വൈറ്റ് വരുമ്പോൾ 600, 4 സീസണും പിങ് പോങ്ങും വരുമ്പോൾ 650 നമുക്ക് റേറ്റുകൾ വരിക. അതൊക്കെ നമ്മുടെ സിന്ദൂരമാവിൻ്റെ വെറൈറ്റിയാണ്. സിന്ദൂരമാവിൻ്റെ തൈകളാണ്. ഏകദേശം 125 രൂപ മാത്രം വില വരുന്ന സിന്ദൂരമാവിൻ്റെ തൈകളാണ്. നമ്മൾ ഈ കാണുന്നത് ആൾക്കാരെ അത്യാവശ്യം ചോദിച്ചു വരുന്ന നിറയാറായിട്ട് കിട്ടുന്ന നമ്മുടെ കല്ല് കെട്ടി മാവാണ്. ഹോങ്കറോൻ്റെ തൈകളാണ് ഇപ്പോൾ നിലവിലിരിക്കുന്നത്. അത് റേറ്റ് വരുന്നത് ഏകദേശം നമുക്കൊരു 350 രൂപയോളം ഇതിൻ്റെ റേറ്റ് വരും, കല്ല് കെട്ടി മാങ്കോ. പിന്നെ നമ്മളിപ്പോൾ നേരത്തെ കണ്ട നമ്മുടെ സ്വീറ്റ് കാട്ടിമണാണ്. നമ്മുടെ ബനാന മാങ്കോ ഇരിപ്പുണ്ട്.
സുവർണരേഖ 175 രൂപ മാത്രം വില വരുന്ന സുവർണരേഖ മാംഗോ. കാലാപ്പാടി, നമ്മൾ കണ്ട മല്ലിക, അമർപ്പാളി. പിന്നെ നമ്മൾ കാണാതായിട്ടിരിക്കുന്നത് നമ്മുടെ ചന്ദ്രകാരൻ്റെ ബഡ് തൈകളാണിത്. ചന്ദ്രകാരൻ്റെ ബഡ് തൈകളാണ് ഇത്. നമുക്ക് റേറ്റ് വരിക ഏകദേശം ഒരു 175 രൂപയാണ് റേറ്റ് വരിക. ഇതിൻ്റെ ബേക്കറിയായിട്ട് നമുക്ക് കുറച്ച് ദസരിയുടെ തൈകൾ ഇരിപ്പുണ്ട്. ദസരിയൊക്കെ നമുക്ക് നമ്മുടെ നോർത്ത് ഇന്ത്യൻ വെറൈറ്റിയാണ്. റീറ്റെയിൽ റേറ്റ് വരുന്നത് ഏകദേശം ഒരു 200 രൂപ മാത്രമാണ്. ഈ കാണുന്നത് നമ്മുടെ ആപ്പിൾ റുമാനിയ വെറൈറ്റിയുടെ തൈകളാണ്. പിന്നെ നമുക്ക് പ്രിയൂരുമാവിൻ്റെ ഗ്രാഫ്റ്റ് തൈകൾ ഇരിപ്പുണ്ട്. പുതിയ ലോഡ് വന്നതാണ്. നമുക്ക് ഏകദേശം ഒരു 125 രൂപ മാത്രമാണ് ഇതിൻ്റെ റേറ്റ് വരിക, 125 രൂപ. പിന്നെ നമ്മൾ ഈ കാണുന്നതൊക്കെ നമ്മുടെ കോട്ടൂർകോണം, നമ്മുടെ തിരുവനന്തപുരംകാരുടെ സ്വന്തമായ കോട്ടൂർകോണത്തിൻ്റെ ബഡ് തൈകളാണ്. അത്യാവശ്യം നമുക്കൊരു 1.5 അടി 2 അടിക്ക് വലുപ്പമുള്ള ബഡ് തൈകളാണ് ഈ കാണുന്നതെല്ലാം. പിന്നെ ഇവിടെ കണ്ടതെല്ലാം നമ്മുടെ നാംഡോക്കിൻ്റെ ബഡ് തൈകൾ. ഇത് കൊളംബിൻ്റെ ബഡ് തൈകൾ, നേരത്തെ നമ്മൾ കണ്ടുപോയ തൈകളാണ്. ഇത് നീലൻ്റെ ബഡ് തൈകൾ, ഇത് ഓൾ സീസൺ മാവ്. പിന്നെ നമുക്ക് ഇവിടെയുള്ളത് നമ്മുടെ റയറായിട്ട് വരുന്ന നമ്മുടെ ചക്കരക്കുട്ടീൻ്റെ മാവിൻ്റെ തൈകളാണ്. ഈ കാണുന്നത് നമ്മുടെ ചക്കരക്കുട്ടീൻ്റെ മാവാണ്. ഇത് നമുക്ക് റീറ്റെയിൽ റേറ്റ് ഒരു ഏകദേശം 250 രൂപയാണ്. ചക്കരക്കുട്ടി നമുക്ക് വരവ് കുറവാണ്. ഇപ്പം നിലവിൽ കുറച്ച് തൈകൾ നമുക്ക് സ്റ്റോക്ക് വന്നിട്ടുണ്ട്. ഇതിൻ്റെ വലുപ്പമുള്ള തൈകൾ നമുക്ക് ഒരു എല്ലാ സമയത്ത് സ്റ്റോക്ക് ഉണ്ടാവാറുണ്ട്. പിന്നെ നമുക്കിതിൻ്റെ ബാക്കിലോട്ട് ഇവിടെ കാണാനുള്ളത് നമ്മുടെ ചന്ദ്രകാരൻ മാവിൻ്റെ ഗ്രാഫ്റ്റ് തൈകളാണ്. ചന്ദ്രകാരൻ്റെ നമുക്ക് ഏകദേശം ഒരു 4 അടി 5 അടി വലുപ്പമുള്ള തൈകൾ റീറ്റെയിൽ റേറ്റ് വരുന്നത് ഏകദേശം നമുക്കൊരു 225-250 രൂപ മാത്രമാണ് ഈ സൈസ് തൈകളുടെ റീറ്റെയിൽ റേറ്റ് വരുന്നത്. ഈ കാണുന്ന 2 ബാച്ചും നമുക്ക് ചന്ദ്രകാരൻ്റെ തൈകളാണ്. ഈ വലുപ്പമുള്ള കവർ വരുന്നത് 225-250 രൂപയും ഈ ചെറുതൈകൾ നമുക്ക് റേറ്റ് വരുന്നത് ഏകദേശം ഒരു 175 രൂപ മാത്രമാണ്. നമ്മൾ ഈ കാണുന്നത് നമ്മുടെ നാംഡോക്ക് മൈ എന്ന് പറഞ്ഞ മാവിൻ്റെ ബഡ് തൈകളാണ്. നാംഡോക്കിന് നമ്മുടെ നാട്ടിൽ തന്നെ ചെയ്തു വരുന്ന ബഡ് തൈകളാണ് ഈ കാണുന്നതെല്ലാം. ഒരു 1.5 അടിക്ക് വലുപ്പമുള്ള തൈകളാണ്. ഇതിന് ഗ്രാഫ്റ്റ് തൈകൾ നമുക്ക് അവൈലബിൾ ആണ്. ഇത് റീറ്റെയിൽ റേറ്റ് വരിക 200 രൂപയാണ്. നമ്മൾ ഈ കാണുന്നത് നമ്മുടെ കുളമ്പിൻ്റെ ബഡ് തൈകളാണ്. നമ്മുടെ നാട്ടിൽ ചെയ്തു വരുന്ന കുളമ്പിൻ്റെ ബഡ് തൈകൾ. കുളമ്പ് നമുക്ക് വളരെ കേടുകുറവുള്ള മാങ്ങയാണ്. തൊലികൾക്ക് കട്ടിയുള്ളത് കാരണം ഈച്ചകളുടെ കുത്തും നല്ല കുറവാണ്. ഇത് റീറ്റെയിൽ റേറ്റ് വരുന്നത് നമുക്ക് ഏകദേശം ഒരു 175 രൂപയാണ്. ഈ കാണുന്നത് നമുക്ക് നമ്മുടെ മാവിൻ്റെ നീലൻ്റെ വെറൈറ്റിയാണ്. നീലൻ്റെ ബഡ് തൈകളാണ്. ഇത് നമുക്ക് റീറ്റെയിൽ റേറ്റ് വരെ ഏകദേശം 175 രൂപയാണ്.